ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഒന്ന് ചെടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പം അമ്മായി എനിക്ക് കുറച്ച് ചെടികളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നടാമെന്ന് കരുതി. അപ്പോൾ ഹാങ് ചെയ്ത് മുമ്പ് വെച്ചിട്ടുള്ള പോട്ടുണ്ടല്ലോ, അത് എങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. പൊതുവേ ഞാൻ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മഫ് കൊണ്ട് നോക്കി വടി കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോയെന്ന്. അവസാനം പറ്റാതെ കൊണ്ട് ഞാൻ ഏണി വെച്ചിട്ട് തന്നെ അതെല്ലാം എടുത്തിട്ടിടാം. എടുത്ത് പിന്നെ ഇനി അതിലേക്കെല്ലാം മണ്ണ് നിറക്കണം. അപ്പോൾ പഴയ മണ്ണ് ഞാൻ കളഞ്ഞിട്ട് ഇനി പുതിയ മണ്ണ് നിറക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കപ്പടിയെല്ലാം എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ചില ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കപ്പടി ഇറക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് ചെടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കല്ലുണ്ട്. അപ്പോൾ അങ്ങനെ കല്ലും കാര്യങ്ങളെല്ലാം ഞാനൊന്ന് തരംതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഹാങ്ങിങ്ങും അതുപോലെ തന്നെ മറ്റ് ചെടികളെല്ലാം ഞാൻ കുറച്ചെല്ലാം ഇന്നലെ വന്നപാടെ തന്നെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കൂടി ഒന്ന് ബാക്കിയുണ്ടായിനി. അപ്പം അത് എടുക്കുന്ന സമയത്ത് ഞാൻ വെച്ചെന്നാൽ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള പരിപാടി, മുറ്റത്തെ ക്ലീനിങ്ങും അതുപോലെ ചെടികൾക്ക് അങ്ങനത്തെ പരിപാടിയെല്ലാം വൈകുന്നേരം എടുക്കാനായിട്ടോ കൂടുതലും ഇഷ്ടം. അപ്പം ഇതൊരു നല്ല പുൽച്ചെടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഇന്നലെ അത് നട്ടതായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് അതിനേക്കാൾ ഒരു ഭംഗി ഇതിലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് മാറ്റി നടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശനി ഞായറും ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിനി. അപ്പം എനിക്ക് അമ്മായിയാണ് കേട്ടോ തന്നത്. അമ്മായി എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് ഒരേ ഒരു അങ്ങളയിലോ അനിയൻ. അപ്പം അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ അമ്മായി എന്ന് ഞാൻ പറയുന്നത്. അപ്പം അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി നടാനും അതുപോലെ ചെടിനെ വളർത്താനും. അമ്മായിന് അങ്ങനെ പൊന്നുപോലെ മക്കളെപ്പോലെ നോക്കുന്നതാണ് കേട്ടോ ചെടി. അതുകൊണ്ട് ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ അമ്മായിനോട് ഞാൻ ചോദിക്കുമ്പോൾ അമ്മായി പറഞ്ഞ് എടുത്തോ. അങ്ങനെ അമ്മായി കുറച്ച് കളക്ഷൻ എനിക്കും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പേരുണ്ടാവുമല്ലോ ചെടികളെ സ്നേഹിക്കുന്നത്. അതിലൊരാളാണ് കേട്ടോ എൻ്റെ അമ്മായിയും. അപ്പം കുറച്ച് ഹാങ് ചെയ്യാൻ പറ്റിയ ചെടികളുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഹാങ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഒരു പോട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിന് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ഒരു മഫിൻ്റെ വടി കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് അത് കളയിട്ട് താഴെ വീണുകൊണ്ട് പൊട്ടിപ്പോയിന്. ബാക്കിയെല്ലാം പിന്നെ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റാതെ കൊണ്ട് ഏണി വെച്ചിട്ട് എടുത്തിട്ടാ. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വേണം. അപ്പം അതിന് മുമ്പ് ഞാൻ കുറച്ച് ചെടികളും കൂടി സെറ്റാക്കിയത് താഴെ വെക്കേണ്ടതൊന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികൾ ഞാൻ ഇന്നലെ തന്നെ സെറ്റാക്കിയിട്ട് വെച്ചിന്. കുറച്ച് ചെടികളും കൂടി സെറ്റാക്കാനുണ്ടായിട്ടും അത് ഞാൻ ഇന്നും കൂടി ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മീഷോയിൽ നിന്ന് വാങ്ങിയത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ഉമ്മ പൊടിച്ചു തന്നിട്ടാണ്. കാരണം എനിക്കൊരു ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ ഒരു സപ്പോർട്ട് കൂടി കൊണ്ട് തന്നെ ഞാനതൊന്ന് ഹാങ് ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഉമ്മാരുടെ നീ ധൈര്യമായിട്ട് കയറിക്കോ, ഞാൻ താഴേണ്ട് എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഹാങ്ങിങ് ചെയ്യുന്നതെല്ലാം കൂടുതൽ ഹാങ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഹൈറ്റ് കാരണം നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ കൂടുതൽ ഞാൻ ഹാങ്ങിങ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് കൂടുതൽ എൻ്റെ ഹാങ്ങിങ് എല്ലാം പോയതും തന്നെ. അപ്പോൾ ഞാനിപ്പം എനിക്ക് എത്തൂല, എന്നാലും എത്തുന്ന പോലെയാണ് കേട്ടോ ഞാൻ വെള്ളം അടിച്ചു കൊടുക്കൽ. പിന്നെ ഹാങ്ങിങ് എല്ലാം ഒന്ന് വെച്ച ശേഷം വെള്ളം അടിക്കൽ കേട്ടോ. നെക്സ്റ്റ് ടാസ്ക് ഹാങ് ചെയ്ത ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ വെള്ളം എത്തണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പിൻ്റെ മീതെ കയറിയിട്ട് എല്ലായിടത്തും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് കിച്ചൺ കമ്പോസ്റ്റ് വളം കൂടി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡി ആയാൽ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ആർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളവും നമ്മൾ ചെടികൾക്കെല്ലാം നല്ല വളമാണ് കേട്ടോ. അപ്പം അത് അങ്ങനെ വീട്ടിൽ ചെയ്യുന്നവരുണ്ടാവാം. അപ്പം ഞാൻ അതും കൂടി ഇപ്പോൾ കുറച്ച് കഴിയുമ്പം ചെടികൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ചെടി നടാനും ചെടിക്കിന് വെള്ളമൊഴിക്കാനും മുറ്റത്തിങ്ങനെ ചെടികളായിട്ട് നിറക്കാനും ഭയങ്കര ഒരു
തോന്നലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു തോന്നലിൽ തന്നെ നമുക്ക് എന്ത് തോന്നൽ വരുന്നു അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നലൊന്നിച്ചാകുമ്പം ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ. ഇപ്പം നമ്മൾ ആ കാർ ഷെഡിലാണ് കൂടുതലും ഞാൻ ചെടികളെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് കേട്ടോ ഞാൻ മൊത്തത്തിലുള്ള ചെടീൻ്റെ കളക്ഷന്. അപ്പോൾ അതാ ഞാൻ മുറ്റം ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം, ഒന്നുമില്ലാതെ നമ്മൾ ചെടി വെച്ച ആ ഒരു ഇടം ഞാൻ ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലൊരു ചെടിയെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെടീനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ ചെടിയും നമ്മളെയും സ്നേഹിക്കുന്ന അവിടെ തയ്ച്ച് വളരും കേട്ടോ. അപ്പം കൂടുതൽ മുമ്പിട്ട് ചെടി ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറിക്ക് വീട്ടിൽ പോയ സമയത്താണ് കേട്ടോ എൻ്റെ മൊത്തം ചെടികളും പോയത്. കാരണം വെള്ളമൊഴിക്കാനോ ആളില്ലാണ്ട് പിന്നെ ഉമ്മക്ക് പറ്റുന്ന പോലെ ഉമ്മ ഒഴിച്ച് പിന്നെ നമ്മ ഇല്ലെങ്കിൽ പോയല്ലേ. അപ്പം ഞാൻ അങ്ങനെ നമ്മളെ ചക്കപ്ലാവും മറ്റ് ചെടികളെല്ലാം ഉണ്ടായിനി. അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ അതെല്ലാം നട്ടിട്ടുണ്ടായിനി. പൈനാപ്പിൾ വാങ്ങുമ്പോൾ അതിൻ്റെ അടുത്ത് കിട്ടുമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളമടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ആയിരിക്കുമല്ലേ നമുക്ക് നോമ്പ്. നമ്മളെ കേരളത്തിൽ UAE-ലെല്ലാം ഇന്നാണല്ലേ നോമ്പ്. അപ്പം എല്ലാവരും റമദാൻ്റെ വരവേൽക്കാൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും റമദാന് വേണ്ടി വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ പണിക്കെല്ലാം വരുത്ത്. പിന്നെ ഇതായത് നമ്മൾ പച്ചക്കറി ഇനി കുറച്ച് ഞാൻ നട്ടുന്നിട്ട്. അപ്പം വല്ലാത്തൊരു സന്തോഷം കൂടിയുണ്ട്. നമ്മളെ വണ്ടക്കയിൽ 2-3 പൂ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നട്ടിട്ട് അതിൽ നിന്നൊരു പൂവോ അല്ലെങ്കിൽ അതൊരു കായോ അതെന്തെങ്കിലും നമുക്ക് തരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതും എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെല്ലാം ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടുതൽ വൈകുന്നേരങ്ങളിൽ ഞാൻ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. മുറ്റത്തിങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ട എന്തെങ്കിലും നോക്കി കുറച്ച് നേരം നിൽക്കുക, അതെല്ലാം ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ വെള്ളത്തിൽ ഒരു ചെടി നട്ടിട്ടുണ്ടായിനി. അപ്പോൾ അത് 2 ചെടി ഉണ്ടായിനി. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് അമ്മായി തന്നതാണ്. അപ്പോൾ ഞാനത് 2 പോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സിറ്റ് ഔട്ടെല്ലാം ഒന്ന് കഴുകാമെന്ന് കരുതി കേട്ടോ. കാരണം നമ്മൾ ഒരു ചെടി നടുമ്പോൾ അങ്ങോട്ട് ചമ്മണ്ണിലെല്ലാം കാല് വെച്ചതല്ല, അപ്പം ആകെ ചളി മാതിരി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചവിട്ടിയും കൂടി ഒന്ന് മാറ്റും കൂടി കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് ഉണക്കാനിടാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിയാൽ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ സിറ്റ് ഔട്ടിൽ അറിയുന്നില്ല, അപ്പോൾ ചിലപ്പോൾ പൂച്ചയോ നായോ കയറിയോ നമ്മൾ കാണുന്നില്ലല്ലോ. കണ്ടാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതല്ലാണ്ട് മറ്റിച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞാനൊന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവിട്ടിയെല്ലാം ക്ലീൻ ആക്കും കേട്ടോ. ഇനി ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ സിറ്റ് ഔട്ട് കഴുകി വൈപ്പ് ചെയ്യാന്ന് കേട്ടോ വിചാരിക്കുന്നത്. കൂടുതൽ സിറ്റ് ഔട്ട് ഞാൻ തുടക്കുന്നതിനും കാട്ടി ഇങ്ങനെ കഴുകലാണ് കേട്ടോ. അതാകുമ്പം തുടക്കുന്നതിനും കാട്ടി നല്ല വൃത്തിയിലിരുന്നോളൂ. പിന്നെ നമ്മൾ എപ്പോഴും സിറ്റ് ഔട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആര് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരിടം തന്നെയല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കാണ്ട് ആളായിരിക്കും പെട്ടെന്ന് വരിക. അപ്പോൾ ഉള്ളിൽ എത്ര വൃത്തികേടായാലും പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരിടം തന്നെയല്ലേ പിന്നെ സിറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സിറ്റ് ഔട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ സിറ്റ് ഔട്ടെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഒന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ച് വാരാനായിട്ടാണ്. കാരണം നമ്മളെ ഇലകളെല്ലാം ഞാൻ കുറച്ച് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് വേസ്റ്റും കൂടി എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് മുറ്റം കൂടി ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ചെരുപ്പ് വെച്ച ഇടമെല്ലാം ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്.
ചുറ്റും കൂടി അടിച്ച് കഴിയാറായിട്ട് ഏകദേശം ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. ഇനി മേലെല്ലാം കയറ്റി മഗ്‌രിബ് നിസ്കാരത്തിലേക്ക് ഇനി കടക്കണം. ഇനി നിസ്കാരവും ഓത്തും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.